അവാർഡ് സ്വീകരിച്ച ആളുകളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അവരെ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും, അവരോടെല്ലാം തന്നെ നമുക്ക് സംസാരിക്കാനും കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവാർഡ് ഏറ്റുവാങ്ങിയതാണ് അല്ലേ അമ്മ? ഏതിനാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്? എന്തിന്റെ അവാർഡാണ് ഏറ്റുവാങ്ങിയത്? ഹസ്ബൻഡ് സർവീസിലിരുന്ന് സൈനികനായിരുന്നു, സർവീസിലിരുന്ന് മരിച്ചുപോയതാണ്. എനിക്ക് രാഷ്ട്രപതിയുടെ ഭരണാന്തര ബഹുമതി കിട്ടിയതാണ്. ഞാൻ 46 വർഷം കോൺഗ്രസിൻ്റെ കൂടെ നടന്നതാണ്. ലാസ്റ്റ് എൻ്റെ മോനെ അവർ വെട്ടി, അതിൻ്റെ പേര് ഞാൻ പാർട്ടി വിട്ട് ഞാൻ BJP കയറി വന്നതാണ്. അതൊരു നേതാവിൻ്റെ മോനാണ്, കോൺഗ്രസിൻ്റെ. അവൻ്റെ മോനെ 26 വർഷം സൈനികനാണ്. സൈനികന്റെ ഭാര്യയാണ്. ആ ഒരു അഭിമാനം. ഹസ്ബൻഡ് സൈനികനാണ്, ഇപ്പൊ മൂത്ത മകനും സൈനികനാണ്. ഇളയ മകൻ സൈനികന്റെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പുള്ളതാണ് ഞങ്ങൾക്ക്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ കാണാനുള്ള ഒരിക്കൽ അവസരം കിട്ടിയ ആളാണ്. ഗൗതം നമ്മളോട് സംബന്ധിച്ച് ഇതുപോലെ എത്രയോ ആളുകൾ ഇവിടെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പല അനുഭവങ്ങൾ അവർക്കെല്ലാം പറയാനുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. നേരത്തെ നമ്മളോട് യുവമോർച്ചയുടെ നേതാക്കളടക്കം സംസാരിച്ചിരുന്നു. നമ്മൾ വലിയൊരു കാത്തിരിപ്പിലാണ് അല്ലേ? മോഡി ഇറങ്ങുകയാണ് കേരളത്തില്. അപ്പോൾ കേരളത്തിൽ NDAയുടെ BJPയുടെ തെരഞ്ഞെടുപ്പിന്റെ കിക്ക് ഓഫാണ് എറണാകുളത്ത് നടക്കുന്നത്. എറണാകുളത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള മുഴുവൻ ജില്ലയിലെയും പ്രവർത്തകർ അല്ലെങ്കിൽ മുഴുവൻ ജില്ലയിലെയും ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുകയാണ്. മോഡിയെ കാണാൻ, BJPയെ കാണാൻ, NDA കാണാൻ, രാജീവേട്ടനെ കാണാൻ. എല്ലാവരും വളരെ നിങ്ങൾ അവരുടെ മുഖങ്ങളിൽ നോക്കൂ, വലിയ പ്രതീക്ഷയും ആഹ്ലാദത്തിന്റെ തിമിർപ്പും അവരുടെ മുഖത്തുണ്ട്. അതൊരു പ്രതീക്ഷയാണ്. ഇവിടെ മാറാത്തതിന് മാറും, വികസിത കേരളം യാഥാർത്ഥ്യമാകുമെന്ന് രാജീവട്ടം പറയുന്നതിനെ വിശ്വസിച്ച് മോദിയെ കേൾക്കാൻ മോദിജി ഇപ്പോ എറണാകുളത്ത് തന്നെ ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ മോദി കേരളത്തിൽ വരുമ്പോഴെല്ലാം ജനങ്ങൾക്ക് പുതിയ സമ്മാനങ്ങൾ നൽകുകയും ജനങ്ങൾ തിരിച്ച് സ്നേഹവും ആത്മവിശ്വാസവും നന്ദിയും കടമയും ഒക്കെ തിരിച്ച് മോദിക്ക് സമ്മാനമായി നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളത്.